നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ PCP ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. PCP ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ, നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളത്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ എങ്ങനെയാണ്, ഇത് എങ്ങനെയാ, ഞങ്ങള് വീട്ടിലിരുന്ന് പഠിക്കുമല്ലേ, അപ്പൊ ഞങ്ങള് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോവാം, ഇപ്പൊ ഒരു ലാബോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു. അപ്പൊ പബ്ലിക് എക്സാമിനേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെരിമെന്റ് ആണ് ചെയ്ത് കാണിക്കുന്നത്, നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അതുമല്ല, ഞങ്ങളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരച്ച് അല്ലെ എഴുതി എല്ലാം കാണാതെ പഠിച്ചിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. അപ്പൊ അത് ഏതാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ NIOS എന്താ പ്രത്യേകത? NIOS വരുമ്പോൾ നമുക്ക് PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യിപ്പിക്കാറുള്ളൂ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ത് പബ്ലിക് എക്സാമിന് ചോദിക്കുക. ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്താ ചില സ്റ്റഡി സെന്ററുകൾ എന്തായിരിക്കും ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NIOS 2026 ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, then ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ NIOS 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ NIOS 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷയാണ് ഇനി വരാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എങ്കിലും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആ വിഷയങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ NIOS 2026 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് +2 അല്ലെങ്കിൽ സെക്കൻഡറി സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്ററുകളിൽ PCP ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ PCP ക്ലാസ് എന്താണെന്ന് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതായത് PCP ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ NIOS 10ാം ക്ലാസ് ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ എന്താണ് ഇപ്പൊ 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, പെയിന്റിങ്, ഡേറ്റ എൻട്രി, ഹോം സയൻസ് ഇങ്ങനെ പല സബ്ജക്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനി +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും ഇതേപോലെ തന്നെ പെയിന്റിങ്, ഹോം സയൻസ് അല്ലെ, ഡേറ്റ എൻട്രി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളും ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് NIOS അവരുടെ സ്റ്റഡി സെന്ററുകളിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് തരുന്ന ആ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ക്ലാസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് PCP ക്ലാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കാം, എന്താ ഈ PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ, നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ PCP ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തുണ്ട്, മാർക്ക് ലഭിക്കുന്നതാണ്. ആ മാർക്ക് നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കലും തിയറി എല്ലാം കഴിയുമ്പോൾ ഈ മാർക്കുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ടിൽ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് മാത്രമല്ല ഈ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അതത് സ്റ്റഡി സെന്ററിൽ നമ്മൾ ചെന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ത് നമുക്ക് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പൊ നിങ്ങള് ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, അതായത് ഇപ്പൊ CBSE ബോർഡ് മറ്റേത് ബോർഡ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ബോർഡ് ആയിക്കോട്ടെ, ഏത് ബോർഡിലാണെങ്കിലും പഠിച്ചിട്ടുള്ള കുട്ടികൾ എന്നോട് ചോദിക്കും, മിസ്സേ നമ്മുടെ NIOS എന്താണ് പ്രത്യേകത, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ എങ്ങനെയാണ്, ഇത് എങ്ങനെയാ, ഞങ്ങള് വീട്ടിലിരുന്ന് പഠിക്കുമല്ലേ, അപ്പൊ ഞങ്ങള് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോവാം. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ. അതനുസരിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാലോ, അതനുസരിച്ച് നമ്മൾ ലാബിൽ പോകും, പ്രാക്ടിക്കൽ എക്സാം അതിൽ പ്രാക്ടിക്കൽ നമ്മൾ അറ്റൻഡ് ചെയ്യും, ഓരോ എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്ത ടീച്ചേഴ്സ് കാണിച്ചു തരും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ NIOS വരുമ്പോൾ നമുക്കറിയാം അത് കുറെ വ്യത്യാസമുണ്ട് അല്ലെ. NIOS വരുമ്പോൾ നമുക്ക് ഈ ഒരു ലാബോ കാര്യങ്ങളോ ഇല്ല, നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ പബ്ലിക് എക്സാമിനേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് എക്സ്പെരിമെന്റ് ആണ് ചെയ്ത് കാണിക്കുന്നത്, നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അതുമല്ല, നമുക്കറിയാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഒരു 18, 19, 20ഓളം എക്സ്പെരിമെന്റ് ഉണ്ട് അല്ലെ. ഇതെല്ലാം നമ്മൾ ഇരുന്ന് വരച്ച് റെക്കോർഡും കാര്യങ്ങളെല്ലാം തയ്യാറാക്കി എക്സാമിന് നമ്മൾ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇതിൽ ഏത് ക്വസ്റ്റ്യനാ വരുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. കാരണം കുറെയൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അല്ലെ. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വരച്ച് അല്ലെ എഴുതി എല്ലാം കാണാതെ പഠിച്ചിട്ട് നമ്മൾ ചെല്ലും.
ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും. അപ്പൊ അത് ഏതാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ NIOS എന്താ പ്രത്യേകത? NIOS വരുമ്പോൾ നമുക്ക് PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ അവിടെ ചെയ്യിപ്പിക്കാറുള്ളൂ. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എന്ത് പബ്ലിക് എക്സാമിന് ചോദിക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 18 അല്ലെങ്കിൽ 20 എക്സ്പെരിമെന്റ്സും പോയി കാണാതെ പഠിച്ചിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് NIOS കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള സിലബസ് ആണ് എന്ന് പറയാനായിട്ട് ഉള്ള കാരണമൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ അങ്ങനെ ആരും അങ്ങനെ അധികം ഫെയിൽ ആയി പോവോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്താണ് ഇത് പാസ്സായി പോകും കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന NIOSന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ PCP ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ NIOSന്റെ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ ഈ PCP ക്ലാസ്സസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡാഷ്ബോർഡിൽ കയറി ആ കലണ്ടർ കാര്യങ്ങളൊക്കെ നോക്കി ഓരോ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ ക്ലാസ് എന്നാണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റഡി സെന്ററിൽ പോകണം. അപ്പൊ PCP ക്ലാസ്സസിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ PCP ക്ലാസ്സസിന്റെ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം, NIOSന്റെ ID കാർഡ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ് കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവേണ്ടത്. അതേപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കണം നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ റെക്കോർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അല്ലെ? റെക്കോർഡ് നമുക്ക് ഇതിനകത്ത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ റെക്കോർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നമ്മുടെ പഴയ ഓൾഡ് സ്റ്റുഡൻസിനെ ഒക്കെ നോക്കി എഴുതിയാൽ മതിയോ, അതോ അവിടെ നിന്നാണോ നമുക്ക് റെക്കോർഡിൽ എഴുതേണ്ട എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും പറഞ്ഞു തരുന്നത്? ഇതൊക്കെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ചില സ്റ്റഡി സെന്ററുകൾ എന്തായിരിക്കും ഇപ്പൊ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് NIOSന്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുന്നതായിരിക്കും. ആ ഒരു ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു PCP ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് PCP ക്ലാസ് എന്നുള്ളത് മനസ്സിലായി കാണും. അപ്പൊ നിലവിൽ ഇപ്പോൾ PCP ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് NIOSന്റെ ID കാർഡിലുള്ള സെന്ററിന്റെ കാര്യം ഞാൻ പറയണം കേട്ടോ. അപ്പൊ ആ സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ PCP ക്ലാസ്സുകളുടെ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ആ ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.